ഒന്നും പറയാനില്ല രതീഷ് സാർ ഒരു ബിഗ് സല്യൂട്ട്. ദിലീപേട്ട ഒരു ബാക്ക് തിരിച്ചേ വരവാണ്. അടിപൊളി. പക്ഷെ ഇത്ര നാള് ഇങ്ങനൊരു സംഭവം നടന്നൊരു കാര്യം സങ്കടം ഉണ്ടാവും. ശരിക്കും മനസ്സിന് സിനിമ നല്ല പടം. ദിലീപേട്ടൻ്റെ കുറേ നാളുകളായിട്ട് നമ്മൾ കാത്തിരുന്ന ഒരു അതിശക്തമായിട്ടുള്ള ഒരു അവതരണമായിരുന്നു. രതീഷ് രഘുനന്ദൻ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ ചിത്രവും പ്രേക്ഷകരെ ഏറ്റെടുത്തെന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും നല്ലൊരു ചിത്രം. നമ്മുടെ ദിലീപേട്ടൻ്റെ ചിത്രം കണ്ടു. നമ്മുടെ തങ്കമണി ഒരു നാടിൻ്റെ വേദനയും ദുരിതവും അനുഭവിച്ചൊരു കഥ പറഞ്ഞു പോകുന്ന സിനിമയാണ്. 1986 അതേ കഥ ആസ്പദമാക്കിയ ജനപ്രിയ നായകൻ്റെ ഒരു ഇതിഹാസ അഭിനയത്തിൻ്റെ മേക്കിംഗ് ആണ്. ഗംഭീര വേർസ്റ്റൈലായിട്ടുള്ള ഒരു ആക്ടിംഗ് ആണ് ദിലീപേട്ടൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു പുതുതലമുറയിലെ ഒരു അഭിനയമാണ്. ഗൗരവമായിട്ട് സീരിയസ് ആയിട്ട് ആദ്യം പോലെ അവസാനം വരെ എൻഗേജിങ് ആയിട്ടും സീറ്റേജ് ആയിട്ടും കാണാൻ പറ്റുന്ന ഒരു ഗംഭീര ത്രില്ലർ മൂവിയാണ്. ദിലീപേട്ടൻ്റെ കരിയർ ബെസ്റ്റ് സിനിമയായിരിക്കും. സിനിമാറ്റിക് ലിബർട്ടി കുറച്ച് അധികം യൂസ് ചെയ്ത പോലെ തോന്നി. പെർഫോമൻസ് ഒക്കെ ദിലീപിൻ്റെ പെർഫോമൻസ് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇമോഷണൽ സീൻസ് വരുമ്പോൾ കുറച്ച് ഇത്തിരി ക്രിഞ്ചടിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത്. എന്നെ സാറ്റിസ്ഫൈ ചെയ്തില്ല പടം. ഈ തങ്കമണി എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള യഥാർത്ഥ സംഭവത്തെ അപമാനിച്ചായിട്ട് തോന്നുന്നു. അത്ര നീതി പുലർത്തിയിട്ടില്ല എന്ന് തന്നെ തോന്നുള്ളൂ. കാരണം ഇതിൻ്റെ ഒരു കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റിലേക്ക് എത്തുന്നത്. എത്തിക്കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റ് തന്നെയാണ് ഫോളോ ചെയ്തത്. പക്ഷേ അതിന് വേറൊരു രീതിയിലാണ് വ്യാഖ്യാനിച്ചേക്കുന്നത് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതായത് വളച്ചൊടിക്കാനോ വേറെ നല്ല താല്പര്യത്തോടു കൂടി എടുത്ത ഒരു പടം പോലെ തോന്നി എനിക്ക് പേഴ്സണലി. അതായത് ഒരു സിനിമാറ്റിക് ലിബർട്ടി കുറച്ച് അധികം എടുത്തിട്ട് വേറൊരു രീതിയിലേക്ക് ആക്കി കളഞ്ഞു. അപ്പോൾ നല്ലൊരു ഇത് പറയേണ്ടുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അതിന് ഈ ഒരു രീതിയിലാക്കിയാലും ചെറിയൊരു വിഷമമുണ്ട്. ഫിക്ഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല. ഫിക്ഷൻ ചെയ്തത് ശരിയായിട്ടില്ല എന്ന് തോന്നുന്നു. അതെ, ഫിക്ഷനൊക്കെ ആവാം, സിനിമാറ്റിക് ലിബർട്ടിയും ആവാം, അത് ഡയറക്ടറുടെ ഡിസ്ക്രിപ്ഷനാണ്. പക്ഷേ അത് യൂസ് ചെയ്തിരിക്കുന്ന രീതി കുറച്ചധികം ഡിഫറെൻ്റാണ്. ആ ഇൻസിഡൻറ്റിനോട് നീതി പുലർത്തിയിട്ടില്ല. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. മ്യൂസിക് എല്ലാം നല്ലതായിരുന്നു. പക്ഷേ മേക്കപ്പും ഡബ്ബിങ്ങും കുറച്ചധികം എടുത്തു നിന്നു. അതായത് കുറച്ച് മുഴച്ച് നിന്ന പോലെ തോന്നി. അതായത് ഒരു ബോളിവുഡ് ആക്ട്രസ് ഉണ്ട് ഇതിനകത്ത്, പ്രണീത എന്ന് പറഞ്ഞിട്ട്. അവരുടെ ഡബ്ബിങ്ങും ആക്ടിങ്ങും അതൊരു ഇത്തിരി ഓവർ ദ ടോപ്പായിരുന്നു. ആക്ടിങ്ങിനെ കുറച്ചധികം മോശമായിട്ടാണ് തോന്നിയത്. വയലൻസ് ഒക്കെ എങ്ങനെയുണ്ട്? വയലൻസ് ഒക്കെ വയലൻസ് വർക്കായിട്ടുണ്ട്. പക്ഷേ ഉടലെന്ന സിനിമ സംവിധാനം ചെയ്ത ഡയറക്ടറിൻ്റെ അടുത്ത് കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. കാരണം അത് നല്ലൊരു രീതിയിൽ പുള്ളി എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്തൊരു പടമാണ്. അപ്പോൾ കുറച്ചും കൂടി ബഡ്ജറ്റ് ഉള്ളപ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു. ദിലീപിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു. പക്ഷേ ഇമോഷണൽ സീൻസ് വരുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. സൂപ്പർ സിനിമ. ദിലീപേട്ടൻ്റെ അതിഗംഭീര പ്രകടനം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ തങ്കമണി സംഭവം ശരിക്കും സിനിമയിൽ കൂടെ ജനങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അപ്പം പടം ഇടുക്കി, നമ്മളെ കോഴിക്കോട് ഭാഷ പറയുന്ന പടം വേറെ ലെവലാണ്. പൊളിച്ചെടുക്കുക. താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തങ്കമണി. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ കാണുക, അഭിപ്രായം തന്നെ അറിയാം. ഇതിൻ്റെ ആർട്ട് വർക്കും സംവിധാനവും ആർട്ട് വർക്കും ഒക്കെ വളരെ മനോഹരമായിരുന്നു. തീർച്ചയായിട്ടും രതീഷ് സാറായിരുന്നു ചെയ്തിരിക്കുന്നത്. മനുചേട്ടനാണ് DOP. വില്യം സാറാണ് അതിൻ്റെ മ്യൂസിക്. അതെ. എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കാലഘട്ടത്തിൽ നടന്ന ഒരു സിനിമയുടെ ചില സത്യാവസ്ഥകൾ തുറന്നു കാണിച്ചുകൊണ്ടുള്ള പടമാണ്. അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്നുമാണ് പലരും പറയുന്നത്, പ്രേക്ഷകർ പലരും പറയുന്നത്. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതെ, നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. ഒരുപാട് ഇപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ നമ്മൾ ഈ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തായിരുന്നു തങ്കമണിയിൽ നടന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെന്നുള്ളത് നമുക്ക് ഈ ഒരു സിനിമയിലൂടെ അത്യാവശ്യം നമ്മൾ കാണിക്കാൻ സാധിച്ചു. ബാക്കിയാണ് പിന്നെ പറയുന്നത് ഫുൾ പറഞ്ഞതിൻ്റെ അടുത്ത ആൾക്കാർ കയറണം. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച്. സന്തോഷം. അല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.
ചോദിക്കാം. തങ്കമണി നല്ലൊരു മൂവിയാണ്. നടന്ന സംബന്ധിച്ചൊക്കെയുള്ള ആസ്പദമാക്കിയുള്ള മൂവി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാം. നമ്മൾ ഇന്നാണ് തങ്കമണി സംഭവം എന്ന് പറയുമ്പം നമ്മളും അതിൻ്റെ ഒരു പറഞ്ഞിട്ട് അതിൻ്റെ കൂടെ കൂടി എന്നുള്ളത് ഇന്നാണ്. ഇതൊക്കെയാണ് ഒരു നാട് അനുഭവിച്ചതെന്ന് അറിയുമ്പോഴത്തേക്കും എന്താണെന്നറിയാം. വെള്ളം നോക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴൊരു ഞാൻ എങ്ങനെയുള്ള ഭയങ്കര ഇതായിട്ട് പറയാനൊന്നും എനിക്കറിയത്തില്ല. അത്രയും എനിക്ക് എന്താ അങ്ങനെ കാരണം ഇത് കോമഡി ആണെങ്കിൽ പറയാം, അയ്യോ കോമഡി അല്ലെങ്കിൽ എന്താ ഇതൊന്നും അല്ല. ഇതിന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഒരു സംഭവത്തെ ബേസ് ഒരു നാട് അഭിമുഖീകരിച്ച പ്രശ്നങ്ങളാണ്. നമ്മന് പടം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു ഫാമിലി നായകൻ എന്നുള്ളതിനപ്പുറം ഒരു ആക്ഷൻ നായകൻ എന്നുള്ള നിലയ്ക്ക് ദിലീപേട്ടൻ മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എല്ലാം എടുത്ത് പറയേണ്ട ഇത് സോങ്സ് അല്ലെങ്കിൽ വിഷ്വൽ എഫക്റ്റ് കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് തന്നെ ശ്രദ്ധ ആകർഷിച്ച സോങ് ഉണ്ട്, പെണ്ണിൻ്റെ പേരുള്ള തങ്കമണി എന്ന് പറഞ്ഞിട്ടുള്ള ആ സോങ്. അത് തിയേറ്റർ കേൾക്കുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചിരുത്തിയത് ആ സോങ് ആണെന്ന് പറയാം. അത് കറക്റ്റ് തിയേറ്ററിൽ തന്നെ വന്നിട്ട് കേൾക്കുക, എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ എന്താ വെച്ചാൽ ഒരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. അതിപ്പോൾ എന്നെപ്പോലുള്ളവർക്ക് അല്ലെങ്കിൽ ഈ ഒരു തലമുറയിലുള്ളവർക്ക് കേട്ടറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ നാട്ടിൽ നടന്നൊരു സംഭവം കണ്ടറിയാനുള്ളൊരു അവസരം കൂടിയാണ് തങ്കമണി. സോ അതെല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക.